നമുക്ക് ഒരുപാട് കോളുകൾ വരും, ഇൻകമിംഗ് കോളുകൾ. ഇങ്ങനെ വരുന്ന കോളുകളിൽ ചിലത് നമ്മൾ മാത്രം അറിയേണ്ട കോളുകളായിരിക്കും, മറ്റൊരാളും എടുക്കാൻ പറ്റാത്ത കോളുകൾ, പേഴ്സണൽ കോളുകൾ ഉണ്ടാവും. എന്നാൽ നമ്മളെ ഫോണ് എല്ലാ സമയത്തും നമ്മളെ കയ്യിൽ ഉണ്ടാകില്ല. അങ്ങനെയുള്ള സമയത്ത് കോള് വരുന്നേരം മറ്റാരെങ്കിലും എടുത്ത് എന്നൊക്കെ വരും. ഇങ്ങനെ നമ്മളെ പേഴ്സണൽ കോളുകളൊന്നും മറ്റാരും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ഇൻകമിംഗ് കോളുകളൊക്കെ നമുക്കൊന്ന് ബ്ലോക്ക് ചെയ്യാം. ബ്ലോക്ക് ചെയ്യല്ല, ലോക്ക് ചെയ്യാം. ഒരു പൂട്ടിട്ട് കൊടുക്കാം. അതായത് നമുക്ക് മാത്രമാണ് നമുക്ക് വരുന്ന കോളുകൾ എടുക്കാനാവും. എങ്ങനെ ചെയ്യാം? നമുക്കിതിന് ഇൻകമിംഗ് കോൾ ലോക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം. ആപ്ലിക്കേഷന്റെ സഹായം ഇല്ലാണ്ട് ഇങ്ങനത്തെ കാര്യമൊന്നും നമുക്ക് ഫോണിൽ നടക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആവശ്യത്തിനൊക്കെ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇത് ആവശ്യമുള്ളവര് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക, ആവശ്യമില്ലാത്തവര് സ്കിപ്പ് ചെയ്തേക്കുക, അറിഞ്ഞു വെക്കുക. സംഭവം തിരിഞ്ഞിക്കാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഫോണ് കുത്തി നിറച്ചിട്ട് ഫോണ് ഫുള്ളായി അതായി ഇതായി ഹാങ് ആയി നിന്നും ഉള്ള കംപ്ലൈന്റ് വരണ്ട. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ആവശ്യം കഴിഞ്ഞാൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. നമുക്ക് ഈ ഇൻകമിംഗ് കോൾ ലോക്ക് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഞാനൊന്ന് ഓപ്പൺ ചെയ്യട്ടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് വരിക. ഇതിൽ മേലെ 2 പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അത് അലോ ചെയ്ത് കൊടുക്കുക. നമ്മൾ പെർമിഷൻ 2 അലോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ നമുക്ക് ഒരു ലോക്ക് ടൈപ്പ് സെറ്റ് ചെയ്യണം. അതായത് നമുക്ക് പിൻ ലോക്ക് വേണോ പാറ്റേൺ ലോക്ക് വേണോ എന്നുള്ളത് സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് സെറ്റ് ചെയ്യുക. മറന്നു പോകാത്ത ഒരു ലോക്ക്. ഈ ലോക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് വരുന്ന കോളുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനാവും. അതിനെക്കൊണ്ട് നിങ്ങൾക്ക് മറന്നു പോകാത്ത ഒരു ലോക്ക് സെറ്റ് ചെയ്യുക. ഞാനിപ്പോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ലേ പിൻ ലോക്ക് സെറ്റ് ചെയ്ത് അതിന്റെ താഴെ നമുക്ക് ആ പിന്ന് ഏതാണോ വേണ്ടത് അതോടെ സെറ്റ് ചെയ്യാം. ഒരു 4 അക്ക പിന്ന് ഞാനിവിടെ സെലക്ട് ചെയ്ത് അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തിട്ട് ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അതേ പിന്നെ എൻ്റർ ചെയ്തിട്ട് ഇവിടെ കൺഫേം കൊടുക്കുക. അപ്പൊ നമ്മളെ ലോക്ക് സെറ്റായി. ഇനി വേണമെങ്കിൽ ഇതിന്റെ സെറ്റിംഗ്സ് പോയിട്ട് നമുക്ക് ആ കോള് വരുന്നതിനുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റാം. സെറ്റിംഗ്സ് എടുക്കുക. ഇവിടെ സെറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളിടത്തുനിന്ന് നമുക്ക് ഗാലറിയിലുള്ള ഫോട്ടോ എടുക്കാം. അല്ലെങ്കിൽ ഇതിൽ പ്രീസെറ്റ് ആയിട്ടുള്ള കുറച്ച് കളർ തീമുകൾ ഉണ്ട്, അത് വേണമെങ്കിൽ അത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതങ്ങ് സെറ്റ് ചെയ്യാം, കാണിച്ചു തരാനല്ലേ. സേവ് കൊടുത്ത് നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുന്നേരം ഇതിൽ ചെറിയ ആഡ് വരും കേട്ടോ. ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് പാവം അതിന്റെ ഡെവലപ്പർ ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. അപ്പൊ നമ്മളെ ഇൻകമിംഗ് കോൾസ് ലോക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് മറ്റൊരു ഫോണിൽ നിന്ന് ഇതിലേക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം. എങ്ങനെയാ വരിക നമുക്ക് അറിയണമല്ലോ. ഞാൻ വേറൊരു ഫോൺ എടുക്കട്ടെ. ഞാനിപ്പോ ഈ ഫോണിൽ നിന്ന് ആ ഫോണിലേക്ക് നമ്മൾ ലോക്ക് ചെയ്ത ഫോണിലേക്ക് ഒന്ന് കോൾ ചെയ്ത് നോക്കാന്ന്. എങ്ങനെയാ വരിക നോക്കാലോ. കണ്ടോ, ഇങ്ങനെയാണ് ഇത് വരിക. ഇപ്പോ ഇതിന്റെ ഒച്ച പോക്കട്ടെ. ഒച്ച പോക്കി അതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ. ഇങ്ങനെ വരുന്നേരം നമ്മൾ സെറ്റ് ചെയ്ത ആ ലോക്ക് ആ പിന്ന് അത് കൊടുക്കാണ്ട് കോൾ എടുക്കാനാകില്ല. ആരാ വിളിക്കുന്നതെന്നും മനസ്സിലാകില്ല. നമുക്ക് ആ പിന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് കോൾ എടുക്കാനുള്ള ഓപ്ഷൻ കിട്ടി, ആരാ വിളിക്കുന്നതെന്ന് കിട്ടി. അപ്പൊ നമുക്ക് വരുന്ന കോളുകൾ മറ്റാരും എടുക്കാണ്ട് ലോക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്സ് ആണ്. ഇടയ്ക്കൊരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. നേരത്തെ പറഞ്ഞിരുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഈ സ്റ്റെപ്സ് ഒക്കെ ചെയ്യുന്നേരം എനേബിൾ ലോക്ക് എന്നുള്ള ഈ ടിക്ക് മാർക്ക് കൂടി ഇവിടെ കൊടുക്കണം കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, മറന്നുപോയ പിന്നെയും പറയാലോ, പോലീസൊന്നും പിടിക്കില്ലാലോ. സംഭവം നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുത്തേക്ക്, ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.